CPIM നേതാവ് KJ ഷൈൻ ടീച്ചറിനെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് പരിശോധന നടത്തി. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, CPIM നേതാവ് KJ ഷൈൻ ടീച്ചറിനെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ വിവാദമായിരുന്നു. ഇപ്പോഴിതാ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് പരിശോധന നടത്തി മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗോപാലകൃഷ്ണന് വേണ്ടി കുറച്ച് ദിവസമായിട്ട് അന്വേഷണമെല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഒളിവിലാണ് എന്നുള്ളൊരു കാര്യമാണ് പോലീസിന് ലഭിച്ച വിവരം. തുടർന്ന് അയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇയാളുടെ വീട്ടിലാണ് ഈ ഒരു മൊബൈൽ ലൊക്കേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുകയും തുടർന്ന് വീട്ടിൽ പരിശോധന നടത്തുകയുമാണ് ചെയ്തത്. എന്നാൽ ഗോപാലകൃഷ്ണനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അയാൾ ഇപ്പോഴും ഒളിവിലാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘത്തിന് പോലീസ് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിൽ നിന്നാണോ പോസ്റ്റ് ഇട്ടത് എന്നുള്ള ഒരു കാര്യം അടക്കം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഗോപാലകൃഷ്ണനും അതോടൊപ്പം തന്നെ KM ഷാജഹാനുമാണ്. പ്രതിപക്ഷം ചാനലുടമ ഷാജഹാനുമാണ്. എന്നാൽ ഒരാളെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ഈ ഒരു യാസർ എന്ന് പറയുന്ന ഒരാളെയാണ്. കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഇയാളുടെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു പേജിൽ നിന്നും ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഫേസ്ബുക്ക് ഹാൻഡിലെ ഉടമയായിട്ടുള്ള യാസർ എന്ന് പറയുന്ന ആളെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പരാതിയും കൂടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോപാലകൃഷ്ണന്റെ ഭാര്യയാണ് വടക്കൻ പറവൂർ പോലീസിന് തന്നെ CPIM ഹാൻഡിലുകളിൽ നിന്ന് വലിയ രീതിയിൽ സൈബർ ആക്രമണം തനിക്ക് നേരിടുന്നുണ്ട് എന്നുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നു. വടക്കൻ പറവൂർ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ എന്തായാലും സൈബർ സെല്ലിന് ഈ ഒരു പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഒരു അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമാണ് കേസെടുക്കുന്ന നടപടികളിലേക്കെല്ലാം പോലീസ് കടക്കുക. എന്തായാലും ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. നാളെ ഹാജരാവണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ ഒരു നോട്ടീസ് അനുസരിച്ച് നാളെ ഗോപാലകൃഷ്ണൻ ഹാജരായില്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയാനാകുന്നത്. എന്തായാലും മറ്റുള്ള ഒരു കേസുകൾ പോലെയൊന്നുമല്ലാതെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് മെറ്റയ്ക്ക് കൂടുതൽ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് മെയിൽ അയക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഈ ഒരു മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മെറ്റയ്ക്ക് മെയിൽ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആ ഒരു മെറ്റയുടെ വിവരങ്ങൾ തേടി ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കൂടുതൽ പേരിലേക്ക് 100ഓളം പോസ്റ്റുകൾ അല്ലെങ്കിൽ 100ഓളം ഹാൻഡിലുകളിലേക്കെല്ലാം ഇങ്ങനൊരു അന്വേഷണം വ്യാപിപ്പിക്കുമെന്നെല്ലാം തന്നെയാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ മെറ്റയിൽ നിന്നും ലഭിച്ചതിന് ശേഷമാണ് അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ അതിനൊക്കെ മുൻപ് തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ഒരു KN ഷാജഹാന്റെയും അതുപോലെ KN ഷാജഹാന്റെയും ഈ പറയുന്ന ഗോപാലകൃഷ്ണന്റെയും എല്ലാം പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടവരെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും പോലീസ് തേടുന്നുണ്ട്. അരുണിമ, ശരി, ഒരു പക്ഷേ ഗോപാലകൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഫോണിൽ നിന്നാണോ പോസ്റ്റ് ഇട്ടത് എന്ന് തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ കഴിയും. CPIM നേതാവ് KJ ഷൈൻ ടീച്ചറിനെതിരെയുള്ള സൈബർ ആക്രമണത്തിലാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് പരിശോധന നടത്തിയത്. മൊബൈൽ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് വിജിതയാണ്.